ഒരു പ്രധാനപ്പെട്ട പേപ്പറാണ് എക്കണോമെട്രിക്സ്. എക്കണോമെട്രിക്സിൻ്റെ മീനിങ്, സ്കോപ്പ്, നാച്ചർ എന്നിവയൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ്. എക്കണോമെട്രിക്സിൻ്റെ മെത്തഡോളജിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 4 സ്റ്റേജസ് ആണ് ഓർത്ത് വെക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡൽ ഓർ ഫോർമുലേഷൻ ഓഫ് മെയിൻറ്റെയിൻഡ് ഹൈപ്പോത്തസിസ്. ഏതാണ് മോഡൽ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക, തീരുമാനിക്കുക. അതുപോലെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ഹൈപ്പോത്തസിസ് ഏതാണ് എന്നുള്ളത് നമ്മൾ നിർമ്മിക്കുക, ഫോർമുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജ് വരുന്നത് എസ്റ്റിമേഷൻ ഓഫ് ദി പാരാമീറ്റേഴ്സ് ഓർ ടെസ്റ്റിംഗ് ഓഫ് മെയിൻറ്റെയിൻഡ് ഹൈപ്പോത്തസിസ്. പാരാമീറ്റേഴ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്. ദെൻ ഫോർത്ത് സ്റ്റേജ് ഈസ് ഇവാലുവേഷൻ ഓഫ് ദി ഫോർകാസ്റ്റിംഗ് പവർ ഓഫ് ദി മോഡൽ. നമ്മൾ നിർമ്മിച്ചിട്ടുള്ള മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെ ഫോർകാസ്റ്റിംഗ് പവർ, ഭാവി പ്രവചിക്കുന്നതിനുള്ള കഴിവ് അല്ലേ, അത് എത്രത്തോളം എന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്കണോമെട്രിക്സിൻ്റെ ഫോർത്ത് സ്റ്റേജിൽ, അതായത് എക്കണോമെട്രിക്സിൻ്റെ മെത്തഡോളജിയിൽ വരുന്ന ഫോർത്ത് സ്റ്റേജിൽ പറയുന്നത്. ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട് എ ആൻഡ് സി ബൈ സ്കിൽസ് ഓഫ് എക്കണോമിക്സ്. എ, സി എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ള 2 സ്റ്റേജസ്, സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡൽ, ഇവാലുവേഷൻ ഓഫ് ദി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സ്കിൽസ് ഓഫ് എക്കണോമിക്സ്. ദെൻ ബി ആൻഡ് ഡി, ദെൻ എസ്റ്റിമേഷൻ ഓഫ് ദി പാരാമീറ്റേഴ്സ്, അതുപോലെ ഇവാലുവേഷൻ ഓഫ് ദി ഫോർകാസ്റ്റിംഗ് പവർ ഓഫ് ദി മോഡൽ എന്നുള്ളത് ഒരു എക്കണോമെട്രീഷ്യൻ്റെ സ്കിൽസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സിൽ വരുന്ന 4 സ്റ്റേജസ് ഓർത്ത് വെക്കുക. ഇനി ഈ 4 സ്റ്റേജസും 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡൽ. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡലിൽ വരുന്നതാണ് എക്സ്പ്രസ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഒരു തിയറിയിൽ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ബന്ധം, റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ നമ്മൾ കാണിക്കണം, എക്സ്പ്രസ് ചെയ്യണം. അതിൽ വരുന്നതാണ് ദിസ് ഇൻവോൾവ് ഡിറ്റർമിനേഷൻ ഓഫ്, അതായത് എക്സ്പ്രസ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം ഇതിൽ വരുന്നതാണ് ഏതൊക്കെയാണ് മോഡലിൽ വരുന്ന വേരിയബിൾസ് എന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ സൈൻ ആൻഡ് സൈസ് ഓഫ് പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ, ഒരു അറിവ്. അതേപോലെ മാത്തമാറ്റിക്കൽ ഫോം ഏതാണ്, മോഡലിലെ മാത്തമാറ്റിക്കൽ ഫോം ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതൊക്കെ ഈ എക്സ്പ്രസ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം എന്നുള്ളത് ഒരു സ്റ്റെപ്പിൽ വരുന്നതാണ്. എന്നിട്ട് പ്രീ സപ്പോസസ് ഫെമിലിയാരിറ്റി ഓഫ് എക്കണോമിക് തിയറി. അപ്പോൾ എക്കണോമിക് തിയറിയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഫെമിലിയാരിറ്റി, ഒരു അടുപ്പം നമുക്ക് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡലിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇവയൊക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞത് എക്സ്പ്രസ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. അപ്പോൾ എന്തൊക്കെയാണ് മോഡലിൽ വരുന്ന വേരിയബിൾസ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡലിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വേരിയബിൾസ് ഇൻ ദി മോഡൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിപ്പെൻഡൻറ്റ് ആൻഡ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ഡിപ്പെൻഡൻറ്റ് ആൻഡ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. ദെൻ വേരിയബിൾസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം തിയറീസ്, പ്രീവിയസ് സ്റ്റഡീസ് ആൻഡ് പർപ്പസ് ഓഫ് റിസർച്ച്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു വേരിയബിൾസിനെ കുറിച്ചിട്ടുള്ള അറിവ് കിട്ടുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, തിയറീസിൽ നിന്നാവാം, പ്രീവിയസ് സ്റ്റഡീസിൽ നിന്നാവാം, അല്ലെങ്കിൽ റിസർച്ചിൽ നിന്നാവാം അല്ലേ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റുള്ളവയെല്ലാം കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം അല്ലേ, ഏതുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡഡ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് PX, PR, Y, T. ഓക്കെ, ഇത് എന്താണ്, ലോ ഓഫ് ഡിമാൻഡിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. QX is equal to ഫംഗ്ഷൻ ഓഫ് PX, PR, Y, T എന്നുള്ളത്. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് QX is the function of PX, PR, Y, T, PX minus 1, YT minus 1. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ലോ ഓഫ് ഡിമാൻഡ് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്ന ഇക്വേഷൻ QX is equal to ഫംഗ്ഷൻ ഓഫ് PX, PR, Y, T, PX minus 1, YT minus 1, then G. ഓക്കെ,
അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 3 ഇക്വേഷൻസും അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ദെൻ സെക്കൻഡ് ഈസ് ഫ്രം പ്രീവിയസ് സ്റ്റഡീസ്. ദെൻ തേർഡ് ഈസ് സ്പെസിഫിക് നേച്ചർ ഓഫ് ദി സ്റ്റഡി. ഇതൊക്കെ എന്താണ്? പ്രോമിനൻറ്റ് വേരിയബിൾസ് ആണ് അല്ലേ? മോസ്റ്റ് പ്രോമിനൻറ്റ് വേരിയബിൾസ് ആണ് ഇതൊക്കെ. PX കമ്മോഡിറ്റിയുടെ പ്രൈസ്, PR മറ്റുള്ള കമ്മോഡിറ്റിൻ്റെ പ്രൈസ്, ദെൻ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അല്ലേ? പ്രൈസ് PX -1 പ്രീവിയസ് ഇയറിലെ പ്രൈസ്, YT -1 പ്രീവിയസ് ഇയറിൽ വരുന്ന ഇൻകം എന്നുള്ള വേരിയബിൾസ് ഒക്കെ മോസ്റ്റ് പ്രോമിനൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് കാണിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ മറ്റുള്ള അല്ലാത്ത വേരിയബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് യു എന്ന് പറയുന്ന ടേമിലാണ്. അതേഴ്സ് ഇൻ യു. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് ഇൻ ദ മോഡലിൽ ഓർത്ത് വെക്കുക. ഡിപ്പെൻഡൻറ്റും എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഈ വേരിയബിൾസ് നമുക്ക് തിയറീസിൽ നിന്നോ പ്രീവിയസ് സ്റ്റഡീസിൽ നിന്നോ പർപ്പസ് ഓഫ് റിസർച്ച്, അതായത് റിസർച്ചിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വേരിയബിൾസിനെ കുറിച്ചുള്ള അറിവ് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് അപ്പോൾ എക്സ്പ്രസ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. അതിൻ്റെ വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇവിടെ. ഇനി നെക്സ്റ്റ് വരുന്നത് സൈൻ ആൻഡ് സൈസ് ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. അതാണ് പറയുന്നത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പാരാമീറ്റേഴ്സിൽ വരുന്നത് സൈസും അതേപോലെ പാരാമീറ്റേഴ്സിൻ്റെ സൈനും എല്ലാം തീരുമാനിക്കുന്നത് തിയറിയാണ്. അത് തിയറിയിൽ നൽകിയിട്ടുണ്ടാവും. ഇപ്പോൾ ടിപ്പിക്കൽ ഡിമാൻഡ് മോഡൽ അല്ലേ? ഡിമാൻഡ് മോഡൽ എന്നുള്ളത് നമുക്കറിയാം. QZ ഈസ് ഈക്വൽ ടു β0 + β1 PZ + β2 PJ + β3 Y + UI എന്നുള്ളതാണ്. ഇവിടെ β1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി നെഗറ്റീവ്. ദെൻ β3 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. β2 എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ED ഓഫ് നെസസിറ്റീസ് ആൻഡ് ലക്ഷറീസ് വിൽ ഗീവ് സജഷൻസ് എബൌട്ട് മാഗ്നിറ്റ്യൂഡ്. പാരാമീറ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചുള്ള സജഷൻസ് നൽകുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് പറയുന്നത് നെസസിറ്റീസ് ഗുഡിൻ്റെ അതേപോലെ ലക്ഷറീസ് ഗുഡിൻ്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. ഓക്കെ, അത് ഡിമാൻഡ് മോഡലിൽ. ദെൻ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം C ഈസ് ഈക്വൽ ടു β0 + β1 Y + UI. അവിടെ β0 അതേപോലെ β1 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ β1 അതിൻ്റെ വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഇതിലാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പാരാമീറ്റേഴ്സ് എന്നതിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ദി മോഡലാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ദി മോഡലും സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡലിൽ വരുന്നതാണ്. അപ്പോൾ ഏതൊരു തിയറീസും എന്താണ് മാത്തമാറ്റിക്കൽ ഫോം എന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫോം മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. തിയറീസ് മേ ഓർ മേ നോട്ട് ഇൻഡിക്കേറ്റ് പ്രിസൈസ് ഫോം ഓഫ് റിലേഷൻ. ഇപ്പോൾ മോഡലിൽ വരുന്ന അതായത് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ അതേപോലെ സിംഗിൾ ഓർ സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ആണോ ഉപയോഗിക്കുക എന്നുള്ളതൊന്നും തിയറിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് തിയറി ഡസ് നോട്ട് സജസ്റ്റ്, തിയറി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഏതൊരു എക്കണോമിക് ഫിനോമിനയാണ് സിംഗിൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഫോം ആൻഡ് നമ്പർ ഓഫ് ഇക്വേഷൻ ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ് സച്ച് ആസ് കോംപ്ലക്സിറ്റി ഓഫ് ഫിനോമിന, പർപ്പസ് ഓഫ് ദി മോഡൽ, ഡാറ്റ അവൈലബിലിറ്റി, കമ്പ്യൂട്ടേഷൻ ഫെസിലിറ്റി എക്സെട്ര. അപ്പോൾ നമ്പർ ഓഫ് ഇക്വേഷനും അതുപോലെ മാത്തമാറ്റിക്കൽ ഫോം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെയാണ്? കുറച്ച് ഫാക്ടേഴ്സിനെയാണ്. അതായത് സച്ച് ആസ് കോംപ്ലക്സിറ്റി ഓഫ് ഫിനോമിന, പർപ്പസ് ഓഫ് ദി മോഡൽ, ഡാറ്റ അവൈലബിലിറ്റി, കമ്പ്യൂട്ടേഷൻ ഫെസിലിറ്റി എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ദി മോഡലിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷനിൽ വരുന്നത് സ്പെസിഫിക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡിഫിക്കൽട്ട് പാർട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേപോലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യമാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻ എറേഴ്സ് മേ ബി ഡ്യൂ ടു, ഈ സ്പെസിഫിക്കേഷനിൽ എറേഴ്സ് സംഭവിക്കുന്നത് എന്തിൻ്റെ ഭാഗമാണ്? ഇംപെർഫെക്ഷൻ ഇൻ എക്കണോമിക് തിയറി, ലിമിറ്റേഷൻ ഓഫ് നോളജ് ഓഫ് ഫാക്ടേഴ്സ്, ഡാറ്റ ഓബ്സ്റ്റക്കിൾസ്. എക്കണോമിക് തിയറിയിലുള്ള ഇംപെർഫെക്ഷനും അതേപോലെ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള അറിവില്ലായ്മ അതേപോലെ ഡാറ്റ ഓബ്സ്റ്റക്കിൾസിലൂടെയൊക്കെയാണ്. അപ്പോൾ മോസ്റ്റ് കോമൺ എറേഴ്സ് സ്പെസിഫിക്കേഷനിൽ വരുന്ന കോമൺ എറേഴ്സാണ് ഒമിഷൻ ഓഫ് റിലവൻറ്റ് വേരിയബിൾ. റിലവൻറ്റ് വേരിയബിളിനെ നമ്മൾ ഒഴിവാക്കുക. ദെൻ ഇൻക്ലൂഷൻ ഓഫ് ഇറലവൻറ്റ് വേരിയബിളിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഒമിഷൻ ഓഫ് സം ഇക്വേഷൻസ് ഓഫ് ദി മോഡലിൽ ചില ഇക്വേഷൻസ് നമ്മൾ ഒമിറ്റ് ചെയ്യുക. റോങ് മാത്തമാറ്റിക്കൽ ഫോം എന്നുള്ളതൊക്കെ കോമൺ എറേഴ്സ് ഓഫ് സ്പെസിഫിക്കേഷനിൽ വരുന്നതാണ്.
സ്പെസിഫിക്കേഷൻ എറേഴ്സ് ലീഡ് ടു ഇൻകറക്റ്റ് ആൻഡ് അൺറിലയബിൾ കോഎഫിഷ്യൻസ്. സ്പെസിഫിക്കേഷൻ എറേഴ്സ് ഉണ്ടായാൽ നമുക്ക് അൺറിലയബിൾ ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റാത്ത, അതേപോലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റിലേക്ക് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇത്രയാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡലായിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ദി മോഡലാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ.